നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നന്ദൻ എന്ന് പറയുന്നത് ഞാനാ സാർ. ഞാനാ സാർ നന്ദൻ. നന്ദന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഇടയിലാ ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം നന്ദൻ കുറെ കാലം നാട്ടിലില്ലായിരുന്നു അല്ലേ? അതെ അതെ സാർ. നന്ദന്റെ മിസ്സിംഗ് കേസ് പെറ്റീഷൻ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് വായിച്ചിരുന്നു. നന്ദൻ ആ കാലയളവിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ശത്രുക്കൾ വലുതുണ്ടായിരുന്നോ? ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രം പകയുള്ള ശത്രുക്കൾ ആരെങ്കിലും? ഇല്ല സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിലോ ആരെങ്കിലും സംശയമുണ്ടെങ്കിലോ തുറന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമാവുമായിരുന്നു. സർ, ഞങ്ങൾ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ദേഷ്യമോ പകയോ ഒന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ, ഇപ്പോഴത്തെ കാലമല്ലേ, മനുഷ്യർക്ക് എപ്പോ എന്ത് തോന്നുമെന്ന് അറിയില്ലല്ലോ. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുടെ നാടായത്. അതുകൊണ്ട് ആരെയും പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഈ കാലത്ത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ് സാർ. ഞങ്ങള് ഈ വീട്ടിലുള്ളവരെല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത്. പക്ഷേ ഓരോരുത്തർ വന്ന് കയറിക്കഴിഞ്ഞപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബന്ധുക്കളായതുകൊണ്ട് സംശയിക്കാനും ആവില്ല. ആ വിശ്വാസവും സ്നേഹവും അവര് മുതലെടുക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. ഈ വീട്ടിൽ അംഗമല്ലാത്ത ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആരാണ്? എന്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ്. സർ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? മീര. അപ്പോ നിങ്ങളുടെ പേരോ? അവന്തിക. അവന്തിക ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.